മണിപ്പൂർ സംഘർഷത്തിൽ കർശന നടപടി. മണിപ്പൂരിൽ എല്ലാ കേസുകളും NIAക്ക് കൈമാറാൻ പോലീസിന് നിർദ്ദേശം. കഴിഞ്ഞ ആഴ്ച നടന്ന സംഘർഷങ്ങളാണ് ദേശീയ അന്വേഷണ ഏജൻസി അന്വേഷിക്കുന്നത്. മണിപ്പൂരിൽ 7 ഇടത്ത് കർഫ്യൂവും പ്രഖ്യാപിച്ചു. വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണൻ ചേരുന്നുണ്ട്. ഗൗതം, മണിപ്പൂരിൽ കഴിഞ്ഞ ആഴ്ച നടന്ന സംഘർഷത്തിൽ കർശന നടപടിയുമായി കേന്ദ്രം മുന്നോട്ട് പോവുകയാണ്. എല്ലാ കേസുകളും NIAക്ക് കൈമാറാൻ പോലീസിന് നിർദ്ദേശം നൽകിയിട്ടുണ്ടല്ലേ? അല്ലെങ്കില് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിട്ടുള്ള അക്രമ സംഭവങ്ങളെ പറ്റിയാണ് ദേശീയ അന്വേഷണ ഏജൻസി അന്വേഷണം ആരംഭിക്കുന്നത്. ഇതിന്റെ അന്വേഷണം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമാണ് NIAക്ക് കൈമാറിയിട്ടുള്ളത്. പൊതുവെ അടുത്ത കാലത്ത് മണിപ്പൂർ ശാന്തമായിരുന്നു. കഴിഞ്ഞ വർഷം നടന്നിട്ടുള്ള കലാപം കൃത്യമായി തന്നെ അടിച്ചമർത്തുകയും അതിനുശേഷം സാഹചര്യം ചെയ്തതാണ്. ജനജീവിതം സാധാരണ നിലയിലേക്ക് നീങ്ങിയിരുന്നു. എന്നാൽ അതിനിടയിലാണ് ഇപ്പോൾ വീണ്ടും ഉണ്ടായിരിക്കുന്നത്. 6 മെയ്തി വിഭാഗക്കാരെ കഴിഞ്ഞ ദിവസം കുക്കി വിഭാഗക്കാർ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയ സംഭവം ഉണ്ടായി. അതിന് മുൻപ് ഏതാണ്ട് ഒരാഴ്ച മുൻപ് CRPF ക്യാമ്പ് ആക്രമിക്കാൻ ശ്രമിക്കുകയും അതിനെ തുടർന്ന് കുക്കി വിഘടനവാദ വിഭാഗത്തിലെ 10 ഭീകരർ ഈ CRPFന്റെ വെടിയേറ്റ് മരണപ്പെടുകയും ഒക്കെ ചെയ്ത സംഭവമാണ് ഇപ്പോൾ വീണ്ടും മണിപ്പൂരിനെ പ്രക്ഷുബ്ധമാക്കുന്നത്. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി എൻ ബൈരൻ സിംഗിന്റെ വസതിക്ക് നേരെ വരെ കല്ലേറുണ്ടായി എന്നാണ് റിപ്പോർട്ടുകൾ ഉള്ളത്. ധാരാളം MLAമാരുടെ ഭവനങ്ങൾക്ക് നേരെയും അക്രമ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ വർഷം നടന്നതുപോലെയുള്ള ഒരു വലിയ കലാപത്തിലേക്ക് മണിപ്പൂരിനെ തള്ളിവിടാനുള്ള ശ്രമമാണ് ഇപ്പോൾ വിഘടനവാദ ശക്തികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് ദേശീയ അന്വേഷണ ഏജൻസി ഈ മണിപ്പൂരിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരാഴ്ചയ്ക്കകത്തുണ്ടായിട്ടുള്ള സംഘർഷങ്ങൾ സംബന്ധിച്ചുള്ള സമഗ്രമായ അന്വേഷണം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇത് സംബന്ധിച്ചുള്ള നിർദ്ദേശം NIAക്ക് കഴിഞ്ഞ ദിവസം നൽകി കഴിഞ്ഞു. നിഖിൽ.